തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വെള്ളായണി കായൽ. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കരമന നദി. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏത്? പുനലൂർ, കൊല്ലം. കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം ഏത് നദിക്ക് കുറുകെയാണ്? കല്ലടയാർ. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല, കൊല്ലം. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? പമ്പ. കേരളത്തിലെ ആദ്യ അബ്കാരി കോടതി സ്ഥാപിതമായ സ്ഥലം കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യ ഉൾനാടൻ തുറമുഖം നിലവിൽ വന്നത് എവിടെ? നാട്ടകം, കോട്ടയം ജില്ലയിൽ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ഗുണമേന്മയുള്ള ISO 9001 സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി ഏത്? മലപ്പുറം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? പുന്നമട കായൽ. മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് ഏത്? കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ല. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏത്? കോട്ടയം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? കോട്ടയം. ഉൽക്കാപതനത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട തടാകം ഏത്? ലോണാർ, മഹാരാഷ്ട്ര. കേര ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? ഡുംബൂർ തടാകം, ത്രിപുര. ഷിയോനാഥ് നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. സ്വകാര്യവത്കരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നദിയാണ് ഷിയോനാഥ് നദി, ഛത്തീസ്ഗഡ്. അൽമാട്ടി ഡാം തർക്കത്തിൽ കക്ഷികളായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ആന്ധ്രാപ്രദേശ്, കർണാടകം. ലോക വന്യവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10ാമത്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? തമിഴ്നാട്. രാജീവ് ഗാന്ധി അക്ഷയ ഊർജ ദിനമായ ആചരിക്കുന്ന ദിവസം ഏത്? ആഗസ്റ്റ് 20. മണിക്കരൺ ജിയോ തെർമൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ സൗരോർജത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഗുജറാത്ത്. കേരളത്തിലെ ആദ്യ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കഞ്ചിക്കോട്, പാലക്കാട്. കാറ്റിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെ? അനിമോളജി. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാപ്രദേശത്തേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? വാണിജ്യവാതകങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ 35 ഡിഗ്രിക്കും 45 ഡിഗ്രിക്കും ഇടയിൽ വീശുന്ന പശ്ചിമവാതങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? അലറുന്ന 40കൾ. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനം? കേരളം. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്ര? 580 കിലോമീറ്റർ. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? 22. ഇന്ത്യൻ ഫലകവും യൂറോപ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര? ഹിമാലയം. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം? കാഞ്ചൻജംഗ, സിക്കിം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മാസം? ജനുവരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? മൗസിൻറാം, മേഘാലയ. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റ്? ചെറി ബ്ലോസം. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ?
ജൂൺ മുതൽ സെപ്റ്റംബർ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്, തമിഴ്നാടും കർണാടകവും. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? പാലക്കാട് ചുരം. പുനലൂരിലെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആര്യങ്കാവ് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൃഷ്ണഗിരി സ്റ്റേഡിയം, വയനാട്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത്? കുട്ടനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏത്? ചേർത്തല. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? തൃശ്ശൂർ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ്? പാതിരാമണൽ. ലോക തണ്ണീർത്തട ദിനം എന്ന്? ഫെബ്രുവരി 2. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? വേമ്പനാട്ട് തടാകം. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം ഏത്? നീണ്ടകര അഴി. ബ്രഹ്മഗിരി മലകൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതമെത്ര? 300 സെന്റിമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏത്? ജൂലൈ. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏത്? പാലക്കാടൻ ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ട കായൽ, കൊല്ലം. ഇന്ത്യയിൽ ഏറ്റവും പ്രധാന മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? കരിമണ്ണ്. കേരളം, തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ പ്രധാനമായും കാണുന്ന മണ്ണിനം ഏത്? ലാറ്ററൈറ്റ് മണ്ണ്, ചെങ്കൽ മണ്ണ്. ചതുപ്പു നിലങ്ങളിൽ ജൈവവസ്തുക്കൾ നിക്ഷേപിക്കപ്പെട്ട ഉണ്ടാകുന്ന മണ്ണ് അറിയപ്പെടുന്നത് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? പീറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഏത്? കണ്ണൂർ. കേരള ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരിപ്പ, തിരുവനന്തപുരം. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല ഏത്? പത്തനംതിട്ട. ശതമാനത്തിനടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന ജില്ല ഏത്? തിരുവനന്തപുരം.